ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 46 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 47 മുതൽ 50 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. وَإِذَا دُعُوا إِلَى اللَّهِ وَرَسُولِهِ لِيَحْكُمَ بَيْنَهُمْ إِذَا فَرِيقٌ مِّنْهُمْ مُعْرِضُونَ وَإِنْ يَكُنْ لَهُمُ الْحَقُّ يَأْتُوا إِلَيْهِ مُذْعِنِينَ أَفِي قُلُوبِهِمْ مَرَضٌ أَمِ ارْتَابُوا أَمْ يَخَافُونَ أَنْ يَحِيفَ اللَّهُ عَلَيْهِمْ وَرَسُولُهُ ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പല ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും. അള്ളാഹു നമ്മെ എല്ലാവരെയും, എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്. രാത്രിയെയും പകലിനെയും ഒക്കെ മാറ്റിമറിക്കുന്നത് അള്ളാഹുവാണ്. അവൻ 2 കാലുള്ള ജീവികളെയും കാലുകളില്ലാത്ത ജീവികളെയും 2-ൽ കൂടുതൽ കാലുകളുള്ള ജീവികളെയും ഒക്കെ അവൻ സൃഷ്ടിക്കുന്നു, അവ സഞ്ചരിക്കുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നേർമാർഗത്തിലാക്കുന്നു. ശേഷം അള്ളാഹു പറയുന്നു, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂലി. വയഖൂലൂന, തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ കൊടുക്കുന്നൊരു വാവ്. യഖൂലൂന, ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു, യഖൂലൂന അവർ പറയുന്നു, ആമന്ന ആമന വിശ്വസിച്ചു, അതിൻ്റെ കൂടെ ന എന്ന് ചേർക്കുമ്പോൾ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു, ബില്ലാഹി അള്ളാഹുവിൽ, ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ബില്ലാഹി അള്ളാഹുവിൽ, വബിർ റസൂലി വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ, ആൻഡ് എന്നർത്ഥത്തിൽ, ബിർ റസൂലി റസൂല് ദൂതൻ, ബി എന്ന് പറഞ്ഞാൽ ഇൽ, ബിർ റസൂലി ദൂതനിൽ, വബിർ റസൂലി ദൂതനിലും, വ അത്വഅനാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണ്. അതിൻ്റെ കൂടെ ന എന്ന് ചേർക്കുമ്പോൾ അത്വഅനാ എന്നാവും, ഞങ്ങൾ അനുസരിച്ചു. അതിൻ്റെ തുടക്കത്തിലുള്ള അത്ഫിൻ്റെ വാവ് അതും കൂടെ ചേർത്ത് പറയുമ്പോൾ വ അത്വഅനാ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. സുമ്മ പിന്നെ, യതവല്ല തവല്ല എന്ന് പറഞ്ഞാൽ പിന്മാറിപ്പോയി എന്നാണ്. യതവല്ല പിന്മാറിപ്പോകുന്നു. ഫരീഖുൻ ഒരു വിഭാഗം, മിൻഹും അവരിൽ നിന്നുള്ള, മിൻ ബഅദി ദാലിക മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ബഅദ് ശേഷം, ദാലിക അത്, മിൻ ബഅദി ദാലിക അതിന് ശേഷം. വമാ ഉലൈക വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. മാ എന്ന് പറഞ്ഞാൽ അല്ല, ഇല്ല എന്നൊക്കെ അർത്ഥം. ഉലൈക അക്കൂട്ടർ, വമാ ഉലൈക അക്കൂട്ടർ അല്ല. ബിൽ മുഅ്മിനീൻ ആമന വിശ്വസിച്ചു, മുഅ്മിൻ വിശ്വാസി, മുഅ്മിനൂൻ വിശ്വാസികൾ, മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസികൾ. ബിൽ മുഅ്മിനീൻ ഇതിൻ്റെ തുടക്കത്തിലുള്ള ബി എന്നുള്ളത് മാ ഉലൈക എന്നുള്ളതിലെ മാ എന്നുള്ളതിനോട് കൂടെ ചേർന്നിട്ടാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ തൗക്കീദിന് വേണ്ടിയിട്ടാണത് ഉപയോഗിക്കുക. അങ്ങനെയേ അല്ല, ഒരിക്കലും അല്ല എന്നുള്ള അർത്ഥം കിട്ടുക. അപ്പോൾ വമാ ഉലൈക ബിൽ മുഅ്മിനീൻ അക്കൂട്ടർ വിശ്വാസികൾ തന്നെയല്ല, വിശ്വാസികളേ അല്ല. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂലി വഅതഅനാ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. സുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക എന്നാൽ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം പിന്മാറിപ്പോകുന്നു. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ അവർ വിശ്വാസികളേ അല്ല. അടുത്തായത് വഇദാ ദുഉ ഇലല്ലാഹി, വഇദാ ദുഉ
ദഅ എന്ന് പറഞ്ഞാൽ വിളിച്ചു, ക്ഷണിച്ചു എന്നൊക്കെയാണ്. ദുഅയ്യ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. അതിൻ്റെ ബഹുവചന രൂപമാണ് ദുഊ, അവർ ക്ഷണിക്കപ്പെട്ടു. വഇദാ ദുഊ, അവർ ക്ഷണിക്കപ്പെട്ടാൽ. അതിൻ്റെ തുടക്കത്തിലുള്ള വാവ് അത്ഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർത്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വഇദാ ദുഊ, അവർ ക്ഷണിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അവരെ ക്ഷണിച്ചാൽ എന്നർത്ഥം. എങ്ങോട്ട്? ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. വ റസൂലിഹി, അവൻ്റെ ദൂതനിലേക്കും. ലി യഹ്കുമ, ഹക്കമ എന്ന് പറഞ്ഞാൽ തീർപ്പ് കൽപ്പിച്ചു, വിധി കൽപ്പിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ മുദാരിയാണ് യഹ്കുമു, വിധി കൽപ്പിക്കും അല്ലെങ്കിൽ വിധി കൽപ്പിക്കുന്നു, തീർപ്പ് കൽപ്പിക്കും, തീർപ്പ് കൽപ്പിക്കുന്നു. അതിനു മുമ്പിൽ ലി വരുമ്പോൾ ലി യഹ്കുമ, വിധി കൽപ്പിക്കുവാൻ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കുവാൻ. ബൈനഹും, ബൈന ഇടയിൽ, ഹും അവർ, ബൈനഹും അവർക്കിടയിൽ. ഇദാ ഫരീഖും മിൻഹും, ഇദാ അപ്പോൾ, ഫരീഖുൻ ഒരു വിഭാഗം, മിൻഹും അവരിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരിൽപ്പെട്ട. ഇദാ ഫരീഖും മിൻഹും അപ്പോൾ അവരിലെ ഒരു വിഭാഗം, മൊഇരിദൂൻ, അഅറള എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോയി എന്നാണ്. മൊഇരിദ് തിരിഞ്ഞു പോകുന്നവൻ, മൊഇരിദൂൻ തിരിഞ്ഞു പോകുന്നവർ. അപ്പോൾ ഇദാ ഫരീഖും മിൻഹും മൊഇരിദൂൻ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു പോകുന്നവരാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവരുടെ ഇടയിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവരെ ക്ഷണിച്ചാൽ, അവർ ക്ഷണിക്കപ്പെട്ടാൽ. ഇദാ ഫരീഖും മിൻഹും മൊഇരിദൂൻ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു പോകുന്നവരാണ്. അടുത്ത ആയത്ത് വഇൻ യകുൽ ലഹുമുൽ ഹഖു, വഇൻ യകുൻ, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ആയിരുന്നു. യകൂനു ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ള അർത്ഥം കൊടുക്കാം. അതിന് മുമ്പിൽ ഇൻ വരുമ്പോൾ ഇൻ യക്കുൻ എന്നാവും, ആയിരുന്നെങ്കിൽ. അതിൻ്റെ മുമ്പിലൊരു വാവുണ്ട്, അത്ഫിൻ്റെ വാവാണ്. അത് തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ഇതും കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വ ഇൻ യക്കുൻ, ഇനി ആയിരുന്നുവെങ്കിൽ. ലഹുമുൽ ഹക്കു, ലഹും അവർക്ക്, അൽ ഹക്കു ന്യായം, അവകാശം, ഗുണം, സത്യം. യഅ്തൂ ഇലൈഹി, യഅ്തു അത്ത എന്ന് പറഞ്ഞാൽ വന്നു, യഅ്തി വരും, വരുന്നു. യഅ്തൂന അവർ വരും, അവർ വരുന്നു. അത് യഅ്തു എന്നാവാനുള്ള കാരണം നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ യഅ്തു അവർ വരും, അവർ വരുന്നു. ഇലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, അദ്ദേഹത്തിലേക്ക്. മുസ്അനീൻ, അസ്അന എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണ്. മുസ്അൻ അനുസരിക്കുന്നവൻ, മുസ്അനൂൻ, മുസ്അനീൻ എന്നൊക്കെ പറഞ്ഞാൽ അനുസരിക്കുന്നവർ. അപ്പോൾ അനുസരണയോടുകൂടി അനുസരിക്കുന്നവരായിട്ട്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വഇൻ യകുൽ ലഹുമുൽ ഹഖു യഅ്തു ഇലൈഹി മുസ്അനീൻ, ഇനി അവരുടെ അടുത്താണ് ന്യായമെങ്കിൽ, അവരുടെ അടുത്താണ് സത്യമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ യഅ്തു ഇലൈഹി മുസ്അനീൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അവർ അനുസരണയോടുകൂടി വരുന്നവരാണ്. അടുത്ത ആയത്ത് അഫി ഖുലൂബിഹിം മറദുൻ, ഫി ഖുലൂബിഹിം, ഖൽബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുലൂബ്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, ഖുലൂബ് ഹൃദയങ്ങൾ. ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫി ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ. അതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംസയുണ്ട്, ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. അഫി ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ടോ. മറദുൻ വല്ല രോഗവും. അം ഇർത്താബു അതാണ് അമിർത്താബു എന്നായത്. അം അതോ ഇർത്താബു, ഇർത്താബ എന്ന് പറഞ്ഞാൽ സംശയിച്ചു എന്നാണ്. ഇർത്താബു അവർ സംശയിച്ചു. അമിർത്താബു അതോ അവർ സംശയിക്കുന്നുവോ. അം അതോ യഖാഫൂന, ഖാഫ ഭയപ്പെട്ടു, പേടിച്ചു. യഖാഫു പേടിക്കും, പേടിക്കുന്നു. യഖാഫൂന അവർ പേടിക്കും, അവർ പേടിക്കുന്നു. അം യഖാഫൂന അതോ അവർ ഭയപ്പെടുന്നുവോ, അതോ അവർ പേടിക്കുന്നുവോ. ഐ യഹീഫല്ലാഹു, ഹാഫ എന്ന് പറഞ്ഞാൽ അനീതി ചെയ്തു എന്നാണ്. യഹീഫു അനീതി ചെയ്യും, അനീതി ചെയ്യുന്നു. അൻ യഹീഫ അനീതി ചെയ്യുമെന്ന്. അള്ളാഹു, അള്ളാഹു. അൻ യഹീഫല്ലാഹു അള്ളാഹു അനീതി ചെയ്യുമെന്ന്. അലൈഹിം അവരോട്, അവരുടെ മേൽ. വ റസൂലുഹു അവൻ്റെ ദൂതനും. റസൂൽ ദൂതൻ, റസൂലുഹു അവൻ്റെ ദൂതൻ. വ റസൂലുഹു അവൻ്റെ ദൂതനും. അത്തിഫിൻ്റെ വാവാണ് അതിൻ്റെ ഇടയിലുള്ളത്. ബൽ എന്നാൽ, അതായത് വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ. ഉലായിക്ക അക്കൂട്ടർ. ഹുമുൽ ലാലിമൂൻ ഹും അവർ തന്നെയാണ്. അൽ ലാലിമൂൻ ലലമ എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു. ലാലിം അക്രമം ചെയ്യുന്നവൻ, അക്രമി.
ലാലിമൂൻ, ലാലിമീൻ എന്നൊക്കെ പറഞ്ഞാൽ അക്രമികൾ. അപ്പോൾ ഉലായിക്ക ഹുമുൽ ലാലിമൂൻ, അക്കൂട്ടർ അവർ തന്നെയാകുന്നു അക്രമികൾ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അഫീ ഖുലൂബിഹിം മർളുൻ അമിർതാബു അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു. അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ, അതോ അവർ സംശയിക്കുന്നുവോ, അതോ അള്ളാഹുവും അവൻ്റെ ദൂതനും അവരോട് വല്ല അനീതിയും കാണിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുവോ? ബൽ ഉലായിക്ക ഹുമുൽ ലാലിമൂൻ, എന്നാൽ വാസ്തവത്തിൽ അവർ തന്നെയാകുന്നു അക്രമികൾ. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു ഉണ്ട് എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു വിവരിച്ചു. ഇനി അള്ളാഹു ആളുകളുടെ കൂട്ടത്തിലെ ചില ആളുകളെ എടുത്തു പറയുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ആളുകൾ പറയും, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവൻ്റെ ദൂതനിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ സുമ്മ യതവല്ല ഫരീഖും മിൻഹും, എന്നാൽ അവരിൽ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ പിന്മാറിപ്പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം, മിംബഅദി ദാലിക എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ആ വാക്കിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു, പിന്മാറിപ്പോകുന്നു. വമാ ഉലായിക്ക ബിൽ മുഅ്മിനീൻ, അങ്ങനെ ആ പോകുന്ന കൂട്ടർ അവർ വിശ്വാസികളേ അല്ല, ഒരിക്കലും അവർ വിശ്വാസികളല്ല. അപ്പോൾ ഇവിടെ അള്ളാഹു കപട വിശ്വാസികളുടെ നിലപാടാണ് പറയുന്നത്. എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവൻ്റെ ദൂതനിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആ ദൂതൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുസരിക്കുന്നവരാണ് എന്നൊക്കെ എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ അവരും പറയുന്നു. എന്നാൽ ഈ കപട വിശ്വാസികൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം, അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അവരതിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാണ്. അതായത് ഇവിടെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് എപ്പോഴാണ് പറയാം? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യും. ഞങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യപ്പെടുന്നത് അത് മുഴുവൻ ഞങ്ങൾ ചെയ്യും, അത് ഞങ്ങൾ അനുസരിക്കും. വെറും മനസ്സുകൊണ്ടുള്ളൊരു വിശ്വാസം മാത്രമല്ല, ഞങ്ങളതൊക്കെ പ്രവർത്തനത്തിലൂടെ കൂടെയും ഞങ്ങൾ കാണിക്കും. അതാണല്ലോ ഞങ്ങൾ അനുസരിച്ചു എന്ന് കൂടെ പറഞ്ഞാൽ. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം, മിംബഅദി ദാലിക, അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം യതവല്ല ഫരീഖും മിൻഹും, അവരിലെ ഒരു വിഭാഗം പിന്മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ ആ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും, കപടവിശ്വാസികൾ പിന്മാറിപ്പോകും. അങ്ങനെ ആ പിന്മാറിപ്പോകുന്ന അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വമാ ഉലായിക ബിൽ മുഅ്മിനീൻ, അവർ വിശ്വാസികളേ അല്ല. ഇനി എന്താണ് അവരുടെ മറ്റൊരു പ്രത്യേകത? വഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യം തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി, വിധി കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ, അവരോട് വരാൻ പറഞ്ഞാൽ, ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അവരിൽ ഒരു വിഭാഗം അതനുസരിക്കൂല, അവർ നേരെ പിന്തിരിഞ്ഞു പോകും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് തീർപ്പ് കൽപ്പിക്കാം. എന്താണോ ഇസ്ലാം ദീൻ പറയുന്നത് അതനുസരിച്ച് നമുക്കിതിനൊരു ഒത്തുതീർപ്പിലേക്ക് എത്താം എന്ന് അവരോട് പറഞ്ഞാൽ അതവർക്ക് സ്വീകാര്യമല്ല. കാരണം ഒന്ന്, അവരോട് ഇസ്ലാം ദീൻ അനുസരിച്ച് നമുക്കതിനൊരു പരിഹാരമുണ്ടാക്കാം, ഒത്തുതീർപ്പിലെത്താമെന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റ് സ്വാധീനങ്ങളൊന്നും നടക്കൂല. അവർക്ക് പണം കൊടുത്തിട്ടോ ഏതെങ്കിലും രൂപത്തിൽ ജഡ്ജിയെ പണം കൊടുത്ത് മനസ്സ് മാറ്റാനോ അവരുടെ ഭാഗത്തേക്ക് തീരുമാനം മാറ്റിയെടുക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ഈ കപട വിശ്വാസികൾ ജൂതന്മാരെയാണ് തിരഞ്ഞെടുക്കുക. നമുക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ജൂതനായിട്ടുള്ള പണ്ഡിതൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറയുന്നൊരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ആകുമ്പോൾ അവർക്ക് അവർ വിചാരിച്ച രൂപത്തിൽ പല കാര്യങ്ങളും നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണോ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതനുസരിച്ചായിരിക്കും വിധി കൽപ്പിക്കുക. ആ വിധി അവർക്കെതിരായിരിക്കുമെന്ന് ഏറെക്കുറെ അവർക്ക് മുൻകൂട്ടി അറിയാം. കാരണം അവരുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ പിന്നെ അത്തരം സന്ദർഭങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വിധി നടപ്പിലാക്കാൻ വരാത്ത അവസ്ഥ, അവർ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ. കപടവിശ്വാസികളാണ് അവർ. അതേ സമയത്ത് വിശ്വാസികളുടെ നിലപാട് എന്താണ്? എന്താണോ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്താണോ അള്ളാഹുവും അവൻ്റെ ദൂതനും പറയുന്നത് അതനുസരിച്ച് ഏത് വിധിയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതായിരിക്കുമല്ലോ സത്യവിശ്വാസികളുടെ നിലപാട്. അപ്പോൾ വിശ്വാസികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അള്ളാഹുവും അവൻ്റെ ദൂതനും എന്തൊക്കെയാണോ അതിൽ വിധി കൽപ്പിക്കുന്നത് ആ വിധി പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ അവർ തയ്യാറാണ്.
എന്നാൽ ഈ കപടവിശ്വാസികൾ അവർക്ക് ന്യായമുണ്ടെങ്കിലേ വരുള്ളൂ. ഈ ഇസ്ലാമിന് മദീനയിൽ ഒരുപാട് വളർച്ചയൊക്കെ ഉണ്ടായി, ഭരണമൊക്കെ കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ അപ്പോൾ ഈ കപടവിശ്വാസികൾക്ക് മുസ്ലിങ്ങളോട് ചേർന്ന് നിന്നാലാണ് എന്തെങ്കിലുമൊക്കെ കാര്യം നേടുവാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ കാര്യലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇതാ ഞങ്ങളും അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചിരിക്കുന്നു എന്നങ്ങ് പ്രഖ്യാപിക്കും. കാരണം അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ അവർ വിചാരിക്കുന്നുണ്ട്, അവർക്ക് കുറേ കാര്യലാഭം ഉണ്ടാക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ അവർക്കെതിരെ എന്തെങ്കിലും സംഗതി സംഭവിക്കും, വല്ല വിധിയും അവർക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിധി അവർക്കെതിരാവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ അതിലേക്ക് വരില്ല. അപ്പോൾ ശരിക്ക് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിന് നേരെ വിപരീത നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ അനുസരിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവും റസൂലും എന്താണോ പറയുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറയേണ്ടതല്ലേ? പക്ഷെ അതവർ പറയൂല. ആ സമയത്ത് അവർ പിന്തിരിഞ്ഞു പോകുന്നവരാണ്. എന്നിട്ട് അള്ളാഹു കൃത്യമായി അവരുടെ നിലപാട് എടുത്തു കാണിക്കുകയാണ്. വഇൻ യകുൽ ലഹുമുൽ ഹഖു യഅതു ഇലൈഹി മുദ്ഇനീൻ. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു അവകാശം, ഒരു ന്യായം അവരുടെ ഭാഗത്താണെങ്കിലോ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അവർക്ക് ന്യായമുണ്ട് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള സമയത്ത് അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരും, അതിനൊരു വിധി പറയാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കാണ് ന്യായം കിട്ടുക എന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നല്ല അനുസരണയോടുകൂടി അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അതിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഈ കപടവിശ്വാസികളുടെ ഈ നിലപാടിനെ, ഈ ഇരട്ടത്താപ്പിനെ കൃത്യമായി അള്ളാഹു എടുത്തു കാണിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അഫിയ ഖുലൂബിഹിം മറദുൻ. അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? രോഗമുണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അമിർതാബു, അതല്ലെങ്കിൽ അവർക്ക് വല്ല സംശയവുമുണ്ടോ? അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ല എന്നുള്ള രൂപത്തിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്ന ഈ ഒരു ദീനിനെക്കുറിച്ച്, ആ നിലപാടുകളെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അം യഖാഫൂന അൻ യഹൈഫല്ലാഹു അലൈഹിം വറസൂലുഹു. അള്ളാഹുവും അവൻ്റെ ദൂതനും അവരുടെ മേൽ എന്തെങ്കിലും അനീതി കാണിക്കുമെന്ന് അവർ പേടിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയാണെങ്കിലല്ലേ ഈ തരത്തിൽ അവർ പിന്തിരിഞ്ഞു പോകേണ്ടതുള്ളൂ. ബൽ, എന്നാൽ വാസ്തവത്തിൽ ഉലായിക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ. അള്ളാഹു അവരെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, അവർ തന്നെയാകുന്നു അക്രമികൾ. കാരണം അവർക്കെതിരിൽ അനീതി ഒന്നും പ്രവർത്തിക്കൂല എന്ന് അവർക്കറിയാം. പക്ഷേ അവരുടെ പല നിലപാടുകളും തെറ്റാകുമ്പോൾ വിധി വരുന്ന സമയത്ത് അവർക്കെതിരാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇസ്ലാമിനെ തള്ളിപ്പറയുന്നു, ദീനിനെ തള്ളിപ്പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുന്നു. അത് ആ കാലത്ത് മാത്രമല്ല, ഈ കാലത്തും പലപ്പോഴും നമ്മുടെ ഇസ്ലാം ദീനിൻ്റെ വിധികളെ വിമർശിക്കുന്ന ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് കോട്ടം തട്ടുമെന്ന് കാണുമ്പോഴാണ് ഈ മതത്തെ എതിർക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ദീൻ അനുസരിച്ച് തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് ഈ മതത്തിൻ്റെ ഒരു നിയമത്തെയും എതിർക്കേണ്ടി വരില്ല. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇസ്ലാം ദീൻ അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എങ്കിൽ അവിടെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തികമായ കാര്യങ്ങളും നിർവഹിക്കേണ്ടത് പുരുഷനാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുറേ ചിലവുകളുണ്ടാവും. ആ ചിലവ് മുഴുവൻ നടത്തേണ്ടത്, അവിടുത്തെ മുഴുവൻ സാമ്പത്തികമായ കാര്യങ്ങളും നീക്കിക്കൊണ്ടു പോകേണ്ടത് പുരുഷനാണ്. അതുകൊണ്ട് പുരുഷന് സമ്പത്ത് അത്യാവശ്യം കയ്യിൽ കിട്ടണം, എന്നാലേ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്ത്രീക്ക് അങ്ങനെയുള്ള സാമ്പത്തികമായ രൂപത്തിൽ ചിലവുകളൊന്നുമില്ല ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ ഒരു ഇസ്ലാം ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവിടെ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് ആർക്കാണ് ആ സ്വത്തിൽ അധികവും കിട്ടേണ്ടത്? ആർക്കാണോ കൂടുതൽ ചിലവുള്ളത്, ആരാണോ അവിടെ ആ ഒരു കുടുംബത്തിന് വേണ്ടി കൂടുതൽ ചിലവാക്കുന്നത്, അവർക്കല്ലേ കിട്ടേണ്ടത്. യാതൊരു ചിലവുമില്ലാത്ത ആൾക്ക് സ്വത്തിൻ്റെ പകുതി തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കിട്ടലല്ലേ. അവർക്കതുകൊണ്ടൊന്നും ചിലവാക്കേണ്ടതില്ലല്ലോ. അതേ സമയത്ത് ഒറ്റ നോട്ടത്തിൽ വെച്ചിട്ട് പറയും, കണ്ടോ ഇസ്ലാമിൽ പുരുഷന് ലഭിക്കുന്നതിൻ്റെ പകുതിയാണ് സ്ത്രീക്ക് ലഭിക്കുന്നതെന്ന് പറയും. എന്നാൽ ഇസ്ലാം ദീൻ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാണ്. ഇസ്ലാം ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരിപൂർണമായിട്ടും ആ ഒരു ഇസ്ലാമിൻ്റെ നിലപാടുകളെ സ്നേഹിക്കുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ അതിൻ്റെ ആ ഒരു സാമ്പത്തികമായ മുഴുവൻ ബാധ്യതയും അവർ ഏറ്റെടുക്കുന്നു. അത്തരം പുരുഷന്മാർക്ക് സ്ത്രീകൾ തന്നെ ആ സ്വത്ത് നൽകുന്നതിൽ സന്തോഷം കാണുന്നു. കാരണം അവർക്കാണല്ലോ നമുക്കെല്ലാവർക്കും വേണ്ടി ചിലവാക്കേണ്ടത്, അവർക്കാണല്ലോ കൂടുതൽ ചിലവുള്ളത്, അവരാണല്ലോ ചിലവാക്കുന്ന ആളുകൾ. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് കൂടുതൽ കിട്ടേണ്ടത്.
ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമുക്ക് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ആ 2 കുട്ടികളുടെ അടുത്തും 100 രൂപ വീതം കൊടുത്തിട്ട് നമ്മൾ അവരെ അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കുകയാണ് ചില സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിൽ മൂത്ത കുട്ടിയോട് പറഞ്ഞു, മുഴുവൻ സാധനങ്ങളും വാങ്ങേണ്ടത് നീയാണ്, ഈ പൈസ കൊണ്ട് മുഴുവൻ സാധനങ്ങളും വാങ്ങേണ്ടത് നീയാണ്. ഇളയ കുട്ടിയോട് പറഞ്ഞു, നീ ഒന്നും വാങ്ങേണ്ടതില്ല. അപ്പോൾ ആ ഇളയ കുട്ടിക്ക് തന്നെ തോന്നൂലേ, അങ്ങനെയാണെങ്കിൽ ഈ പൈസ ആ മൂത്ത കുട്ടിക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതൊരു ഇസ്ലാമിക നിലപാടാണ്. അതായത് ആർക്കാണോ ചിലവ് കൂടുതലുള്ളത് അവർക്കല്ലേ സമ്പത്ത് കൂടുതൽ കിട്ടേണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് ആ മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിക്ക് കൊടുത്തതിനേക്കാൾ ഇരട്ടി പൈസ കൊടുത്താൽ, എന്നിട്ട് അവനോട് മുഴുവൻ ചിലവും നീയാണ് വഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഇളയ കുട്ടിക്ക് സങ്കടം ഉണ്ടാവുമോ? കാരണം മൂത്ത കുട്ടിക്ക് കൊടുത്ത പൈസ മുഴുവൻ ചിലവാക്കാനുള്ളതാണ്. ഇളയ കുട്ടിക്ക് കൊടുത്ത പൈസ ചിലവാക്കേണ്ടതില്ല, അതിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം, അവിടെ ചിലവാക്കാൻ പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിലാണ് നമ്മുടെ സ്വത്തവകാശത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആർക്കാണോ കൂടുതൽ ചിലവ് അള്ളാഹു ബാധ്യതയായി നിശ്ചയിച്ചത് അവർക്ക് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു. ഒരു ചിലവുമില്ലാത്ത ആൾക്ക് കുറച്ചോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് മനസ്സിലാക്കാതെ അവിടെ ഇസ്ലാമിൽ നീതിയില്ല, സ്ത്രീകൾക്ക് കുറച്ചേ കൊടുക്കുന്നുള്ളൂ, പുരുഷന് ഇരട്ടി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇസ്ലാമികപരമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ നിലപാട് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമികപരമായിട്ട് ജീവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഭാരമായിട്ട് തോന്നും. അതുകൊണ്ട് ഇവിടെ അള്ളാഹു കൃത്യമായിട്ട് ആ കപട വിശ്വാസികളുടെ നിലപാടിനെ എടുത്തു കാണിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം കിട്ടുന്നൊരു കാര്യം വരുമ്പോൾ അവർക്ക് ദീനിനെ വേണം, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളെ വേണം. അത് ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. സ്വന്തമായിട്ട് നേട്ടം കിട്ടുന്ന എന്തെങ്കിലും അവസരം വന്നാൽ അപ്പോൾ മതത്തെയും ഇസ്ലാമിനെയും സ്വീകരിക്കുകയും അതിൻ്റെ നിലപാടുകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ആ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് സാമ്പത്തികമായി എന്തെങ്കിലും പ്രശ്നം വരും, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുമെന്ന് ആലോചിക്കുമ്പോൾ, അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ദീനിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾ, കപടവിശ്വാസികളാണ് അത്തരം ആളുകൾ. അത് ഏത് കാലത്തും ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വയഖൂലൂന ആമന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ബില്ലാഹി വബിർ റസൂലി വ അതഅനാ സുമ്മ, മീമിൻ്റെ ശബ്ദം മണിക്കുക. യതവല്ല ഫരീഖും മിൻഹും, ഫരീഖുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഫരീഖും മിൻഹും. മിൻഹും എന്നുള്ളിടത്ത് ഹാഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന് ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയുക. മിൻഹും, മിൻഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമുണ്ട്, ശേഷം മിം ബഅദി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹറക്കത്തുള്ള മീമാണ്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ ഇദ്ഗാം മുതമാസിലൈനി, രണ്ടും ചേർത്ത് ഷദ്ദുള്ള ഒറ്റ മീമായിട്ട് മണിക്കലോട് കൂടി പറയുക. അപ്പോൾ മിൻഹും മിം. മിം ബഅദി എന്നുള്ളിടത്ത് ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, അവിടെ ആ സുക്കൂനുള്ള നൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കുക, ഇഖ്ലാബ്. അതുകൊണ്ട് മിൻ എന്നല്ല മിം, സാവകാശം മീമിലേക്ക് പോവുക. മിം ബഅദി, അതിനെ സൂചിപ്പിക്കാനാണ് അവിടെ ഒരു മീം കാണിച്ചിട്ടുള്ളത്. മിം ബഅദി സാലിക്, അവിടെ സാലിക്ക എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ സാലിക് എന്ന് പറഞ്ഞിട്ട് ആ കാഫിന് സുക്കൂനിട്ട് നിർത്തുക, അല്ലെങ്കിൽ അവിടെ ചേർത്തി ഓതി പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോവുക. വമാ ഉലായിക്ക, അവിടെ വമാ മാ എന്നുള്ള നീട്ടൽ അതിനുശേഷം ഹംസയാണ്. മദ്ദിന് ശേഷം ഹംസ വന്നാൽ അവ വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ അതിനെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ, അപ്പോൾ ഇവിടെ വമാ എന്നുള്ള ആ നീട്ടൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാം, നിർബന്ധമല്ല. കാരണം വ്യത്യസ്ത പദങ്ങളിലാണ് മദ്ദും ഹംസയും. ഇനി ഉലായിക്ക എന്നെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. അത് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്തുള്ള രൂപത്തിലാണ്. അവിടെ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അതിനെ മദ് മുത്തസിൽ എന്ന് പറയും. ബിൽ മുഅ്മിനീൻ, അവസാനത്തെ നൂനെ സുക്കൂനിട്ട് നിർത്തുക, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം, മദ് ആരിൽ. വ ഇദാ ദുഊ ഇലല്ലാഹി, ദുഊ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടൽ ശേഷം ഹംസയാണ്, വ്യത്യസ്ത പദങ്ങളിലാണ് മദ്ദും ഹംസയും. അതുകൊണ്ട് മദ് മുൻഫസിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ദുഊ ഇലല്ലാഹി. വ റസൂലിഹി, റസൂലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉലമീർ, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹാ ഉലമീറിനെ 2 ഹറക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. റസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും. ഫരീഖുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്, ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഫരീഖും മിൻഹും. മിൻഹും എന്നതിൽ ഹാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, അതിനെ ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയുക. മിൻഹും, മിൻഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് ശേഷം ഹറക്കത്തുള്ള മീമാണ്, രണ്ടും കൂടെ ചേർത്ത് ഒറ്റ മീമാക്കിയിട്ട് മണിക്കലോട് കൂടെ പറയാം. മിൻഹും റിലൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് വ ഈയക്കുൻ, യാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന്,
ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. വ ഈ യക്കുൻ യക്കുല്ലഹും, ലാമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന്, ആ സുക്കൂനുള്ള നൂനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ യക്കുല്ലഹും, ലഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനാണ്. അൽ ഹഖു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള ലാമാണ്. അപ്പോൾ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരും. അത് ഒഴിവാക്കാൻ ആദ്യത്തെ സുക്കൂനെ മാറ്റി അവിടെ ലമ്മ് കൊടുത്തു. അപ്പോൾ ലഹുമുൽ ഹഖു എന്നായി. ഇൽത്തിഖാ ഉസാക്കിനൈൻ എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. യഅ്തൂ ഇലൈഹി, അവിടെ യഅ്തൂ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്, ശേഷം ഹംസയാണ്. ഇലൈഹി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. യഅ്തൂ ഇലൈഹി മുസഅനീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അഫീ ഖുലൂബിഹിം മറദുൻ, ഖുലൂബിഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, മറദുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമ്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നു. രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള മീമ് പറയുന്ന പോലെ മണിക്കലോടുകൂടി പറയാം. ഇദ്ഗാം മുത്തമാസിലൈനി. ഖുലൂബിഹിം മറദുൻ. മറദുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ ഇദ്ഹാറാണ് നിയമം. അപ്പോൾ മറദുൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മറദുൻ. അമിർതാബു, ശരിക്കും അവിടെ ഇർതാബു എന്നാണ്. അവിടെ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്ന പ്രശ്നം വന്നതുകൊണ്ട് എന്നുള്ളതിനെ അമി എന്നാക്കി. അമിർതാബു. ഇർതാബു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്ദാണ്, ശേഷം അവിടെ ഹംസ വന്നു. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. യഖാഫൂന ഐ യഹീഫല്ലാഹു, യാഇൻ്റെ മുമ്പ് സുക്കൂന നൂന്, ആ സുക്കൂന നൂനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഐ യഹീഫല്ലാഹു അലൈഹിം വ റസൂലുഹു. അവിടെ റസൂലുഹു എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും മോദാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ റസൂലുഹ് എന്ന് പറഞ്ഞിട്ട് ആ ഹാഇന് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത്. നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ ഹാ ഉലമീറിനെ ശ്രദ്ധിക്കണം. അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ഹാ ഉലമീറിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. റസൂലുഹു അതിനെ സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ബൽ ഉലായിക്ക എന്നുള്ളതിനകത്ത് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. ഒരേ പദത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ. ഉലായിക്ക ഹുമുൽ ലാലിമൂൻ, അവിടെ ഹും എന്നുള്ളതിനെ ഹുമു എന്നാക്കി. ഇൽത്തിഖാ ഉസാക്കിനൈൻ. ഹുമുൽ ലാലിമൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ വഇസാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ വഇൻ യകുൽ ലഹുമുൽ ഹഖ്ഖു യഅ്തൂ ഇലൈഹി മുസ്ഇനീൻ അഫീ ഖുലൂബിഹിം മറദുൻ അമിർതാബൂ അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വയഖൂലൂന ആമന്ന ബില്ലാഹി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് ബില്ലാഹി, ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്ർ കൊടുത്തത് ബി വന്നതുകൊണ്ടാണ്. വബിർ റസൂലി, റസൂൽ എന്നുള്ള പദത്തിൻ്റെ മുമ്പിലും ബി വന്നു. അപ്പോൾ റസൂലി അതിനും ജറ് കിട്ടി. വഅതഅന സുമ്മ യതവല്ല ഫരീഖും മിൻഹും. യതവല്ല പിന്മാറിപ്പോകും അല്ലെങ്കിൽ പിന്മാറിപ്പോകുന്നു. ആര്? ഫരീഖുൻ ഒരു വിഭാഗം. അപ്പോൾ അത് ആ ഫരീഖുൻ എന്നുള്ളത് ഫായിലാണ്, സബ്ജക്റ്റാണ്, കർത്താവാണ്. അതുകൊണ്ട് അതിന് നിർബന്ധമായിട്ടും റഫ് കിട്ടണം. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആണ്. അതുകൊണ്ടാണ് ഫരീഖുൻ ലമ് തൻവീനിട്ടത്. മിൻഹും മിൻ ബഅദി, ബഅദ എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ മിൻ ബഅദി, മിൻ ഹർഫ് ജറാണ്. അതുകൊണ്ട് ബഅദി എന്നെഴുതി. മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ട് ആ ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. മുഅ്മിനൂൻ എന്നുള്ളത് റഫ്ഇൻ്റെ രൂപമാണ്. മുഅ്മിനീൻ എന്ന് പറയുമ്പോഴാണ് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപം. അപ്പോൾ ബി വരുമ്പോൾ മുഅ്മിനൂൻ പറ്റില്ല, മുഅ്മിനീൻ എന്ന് എഴുതാനേ പറ്റുള്ളൂ. ബിൽ മുഅ്മിനൂൻ എന്ന് എഴുതൂല, ബിൽ മുഅ്മിനീൻ എന്നാണ് എഴുതുക. കാരണം ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അങ്ങനെ ആ മുഅ്മിനൂൻ എന്നുള്ളതിന് ജറ് കൊടുത്തപ്പോൾ മുഅ്മിനീൻ എന്നായി. വഇസാ ദുഊ ഇലല്ലാഹി, ഇല എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ഇലല്ലാഹി എന്ന് എഴുതിയത്. വ റസൂലിഹി, അവിടെ അള്ളാഹു എന്നുള്ളതിലേക്ക് മഅത്തൂഫാണ് റസൂൽ, അതായത് ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ആ അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പിൽ ഇല ഉള്ളതുകൊണ്ട് റസൂൽ എന്നുള്ളതിന് മുമ്പിലും ഇല ഉണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മളതിനെ
പരിഗണിക്കണം. അപ്പോൾ അതുകൊണ്ട് റസൂലി എന്നെഴുതി, റസൂലിഹി. ലി യഹ്കുമ, യഹ്കുമു എന്നാണ് ശരിക്കും അവിടെ മുലാരിയായിട്ടുള്ള രൂപം. അതിന് മുമ്പിൽ ലി വരുമ്പോൾ ലി അൻ എന്ന രൂപത്തിലാണ് അവിടെ ഉണ്ടാവുക. അവിടെ ഒരു അൻ മറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ലി അൻ യഹ്കുമ, അന്ന് വരുമ്പോൾ അതിന് ശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും. യഹ്കുമു എന്നുള്ളതിന് നെസ്ബ് കൊടുക്കുമ്പോൾ യഹ്കുമ എന്നാവും. അപ്പോൾ ലി അൻ യഹ്കുമ എന്നാണ് ശരിക്കും അവിടെ, ആ അന്ന് മറഞ്ഞിരിക്കുകയാണ്. ലി യഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ. വ ഇൻ യകുൻ, അവിടെ ഇന്ന് വന്നു. ഇന്ന് വരുമ്പോൾ ഇന്ന് ശേഷം രണ്ട് മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടും. യക്കൂനു എന്നുള്ളതിൻ്റെ മുമ്പിൽ ഇൻ വന്നപ്പോൾ അത് യക്കുൻ എന്നായി മാറി. ജസ്മ് കൊടുക്കാൻ വേണ്ടി യക്കൂനു എന്നുള്ളതിന് ജസ്മ് കൊടുക്കുമ്പോൾ യക്കുൻ എന്നാണ് ആവുക. കാരണം യക്കൂനു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂൻ ഇട്ട് കൊടുത്താൽ, ജസ്മ് എന്ന് പറഞ്ഞാൽ സാധാരണ സുക്കൂൻ കൊണ്ടാണല്ലോ, അപ്പോൾ അങ്ങനെ സുക്കൂൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യക്കൂൻ എന്നല്ലേ ആവുക. അപ്പോൾ അവിടെ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വന്നില്ലേ, ആ നീട്ടിൽ യക്കൂ എന്ന് പറയുന്ന നീട്ടിലും ഒരു സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് കൂട്ടുക, അവസാനത്തെ നൂനിനും സുക്കൂനുണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്ന പ്രശ്നം ഒഴിവാക്കാൻ ആ നീട്ടലിനെ ഒഴിവാക്കി യക്കുൻ എന്നാക്കി. ഇനി ഈ ഇന്ന് വന്നപ്പോൾ യക്കൂനു എന്നുള്ളതിന് ജസ്മ് കിട്ടി, യക്കുൻ എന്നായി. ഇനി മറ്റൊരു മുലാരിയായിട്ടുള്ള ക്രിയക്ക് കൂടെ ജസ്മ് കിട്ടണം. അതേതാണ്? അത് അതിൻ്റെ ഒരു ജവാബിൻ്റെ ഭാഗത്താണ് വരിക. വ ഇ യക്കുൽ ലഹുമുൽ ഹക്കു, അവർക്ക് ന്യായമുണ്ട് എന്ന രൂപത്തിലാണെങ്കിൽ യത്തു, അങ്ങനെയാണെങ്കിൽ അവർ വരും. അപ്പോൾ യത്തു എന്നുള്ള അതാണ് അതിൻ്റെ ഒരു ജവാബിൻ്റെ സ്ഥാനത്ത് വരുന്നത്. അതിനും ജസ്മ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അവിടെ യത്തൂന എന്നാണ്. യത്തൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ കളഞ്ഞിട്ടാണ് അതിന് ജസ്മ് കൊടുക്കുക. അപ്പോൾ യത്തൂ എന്നായി. ഇലൈഹി മുസഅനീൻ, മുസഅനീൻ എന്നുള്ളത് ഹാലിൻ്റെ പദമാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. ഹാലിൻ്റെ രൂപത്തിലൊരു പദത്തെ എഴുതുമ്പോൾ അതിന് നെസ്ബാണ് കൊടുക്കുക. അപ്പോൾ മുസഅനൂൻ എന്ന് പറയില്ല, മുസഅനീൻ. അപ്പോഴാണ് നമുക്ക് അർത്ഥം പറയുമ്പോൾ അനുസരണയോടുകൂടി അല്ലെങ്കിൽ അനുസരണ ഉള്ളവരായിക്കൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഹാലിൻ്റെ പദമായതുകൊണ്ടാണ് മുസഅനൂൻ എന്ന് എഴുതാതെ മുസഅനീൻ എന്ന് എഴുതിയത്. മുസഅനൂൻ എന്നുള്ളത് റഫ്ഇൻ്റെ രൂപവും മുസഅനീൻ എന്നുള്ളത് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപമാണ്. അപ്പോൾ ഇവിടെ നെസ്ബിൻ്റെ രൂപമാണ് വേണ്ടത് ഹാലിൻ്റെ പദമായതുകൊണ്ട്, അതുകൊണ്ട് മുസഅനീൻ എന്നെഴുതി. അഫിയ ഖുലൂബിഹിം മറളുൻ അമിർ താബു അം യഖാഫൂന ഐ യഹൈഫല്ലാഹു. ഇവിടെ അൻ വന്നു. അൻ, ലൻ, ഇസൻ, കൈ പോലെയുള്ള പദങ്ങൾക്ക് ശേഷം മുലാരിയായിട്ടുള്ള ക്രിയകൾ വന്നാൽ അതിന് നെസ്ബ് കിട്ടും. അപ്പോൾ യഹൈഫു എന്നുള്ളതിന് മുമ്പിൽ അൻ വന്നപ്പോൾ യഹൈഫ എന്നായി, നെസ്ബ് കിട്ടി. ഐ യഹൈഫല്ലാഹു അലൈഹിം വ റസൂലുഹു ബൽ ഉലായിക ഹുമുൽ ളാലിമൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.